വളരെ മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ ഗവൺമെന്റ് തുടരണമെന്ന് 3.25 കോടി മലയാളി നെഞ്ചത്ത് കൈവച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് പ്ലാമന്തൂർ മേലാറ്റൂർ റോഡിന്റെ പോരായ്മ? ഫണ്ട് അനുവദിക്കാത്തതാണ്. അതിനുണ്ടായിട്ടുള്ള പ്രതിസന്ധി എന്തായിരുന്നു? ആ പ്രതിസന്ധി തീർക്കുന്നിടത്ത് ഇടപെടേണ്ട രീതി, ഇടപെടേണ്ട സമയത്ത് എന്തായിരുന്നു ഇടപെടാനുള്ള പ്രയാസം? ഈ രാജ്യത്തെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനവിധി എഴുതും. ആ ജനവിധിക്കൊപ്പം പെരിന്തൽമണ്ണയും ഉണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ ആദ്യഘട്ട പ്രചാരണത്തിൽ എന്താ പറയാ, നാടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പത്രികാ സമർപ്പണം കഴിഞ്ഞ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷ? ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ്. കേരളത്തിലെ മൂന്നാമതൊരു ഗവൺമെന്റ് തുടരും എന്ന് കേരളീയ സമൂഹം ഏതാണ്ട് മനസ്സുകൊണ്ടുറപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഗവൺമെന്റിന്റെ തുടർച്ചപ്പൊക്കം വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രാദേശികമായ വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ ഈ മണ്ഡലത്തിലെ ജനം ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയിൽ സംശയമുണ്ടാവില്ല ജനത്തിന്. കാരണം 60 ലക്ഷം ആളുകളുടെ ക്ഷേമ പെൻഷൻ തുടരണമോ ഇടതുപക്ഷം വരണമെന്നാണ് ജനം പറയുന്നത്. പവർ കട്ടില്ലാത്തൊരു കേരളത്തിന്റെ തുടർച്ച വേണമോ ഇടതുപക്ഷം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സമയത്ത് കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടും എന്ന് രക്ഷകർത്താക്കൾ വിശ്വസിക്കുന്നത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടത് ഗവൺമെന്റിന്റെ വിശ്വാസ്യത. നമ്മുടെ രാജ്യത്തെ ഗതാഗത മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായ ഒരു കാലം, ഭവന നിർമ്മാണ മേഖലയിൽ വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള മുന്നേറ്റമുണ്ടായ കാലം, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി. ആരോഗ്യ മേഖല, അടിസ്ഥാന വികസന രംഗത്തുണ്ടായിട്ടുള്ള നേട്ടം വളരെ വലുതാണ്. ഇങ്ങനെ കേരളത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ 10 വർഷക്കാലത്തെ മുന്നേറ്റത്തിന്റെ ഭാഗമായി വന്ന പദ്ധതികൾ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ, ക്യാച്ച് ചെയ്ത് കൊണ്ടുവരുന്നതിൽ എത്ര കണ്ട് നമ്മളെ മുൻകാല ജനപ്രതിനിധികൾക്കൊക്കെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ക്യാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ച, താങ്കൾ പറയുന്ന ആ ചർച്ച സജീവമായി കഴിഞ്ഞാൽ ആ ചർച്ച താങ്കൾക്ക് ഗുണകരമാവും. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ താങ്കളോടൊപ്പം നിൽക്കുമെന്ന്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അല്ലെങ്കിലും ഗുണകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് പോകുന്നത്. കാരണം അവരാഗ്രഹിക്കുന്നത് ഈ മണ്ഡലത്തിൽ ഈ നാട്ടുകാരനായിട്ടുള്ള ഒരു സാധാരണ ജനപ്രതിനിധി വേണം. അതിൽ റിയലായി വിഷയത്തെ സമീപിക്കുന്ന, നമ്മുടെ രാജ്യത്തെ വസ്തുതയോട് മുഖാമുഖം നിന്ന് വിഷയങ്ങൾ പരിഹരിച്ചു പോകാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്ന വളരെ മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഈ നേരത്തെ ഉണ്ടായിരുന്ന MLA അല്ലെങ്കിൽ UDF-ന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പ്രവർത്തകരും നേതാക്കൾ എല്ലാവരും പറയുന്നത് അദ്ദേഹം ചെയ്തു വച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഫലം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് എല്ലാ നേതാക്കളും UDF പ്രവർത്തകരും പറയുന്നത്. താങ്കൾ പ്രചരണ രംഗത്ത് ആദ്യം ഒന്ന് സജീവമായി നന്നായിട്ട് അങ്ങോട്ട് ഇരച്ചു കയറി, ആ പ്രചരണം, ആ ഇരച്ചു കയറിയത് ആ ജനങ്ങൾ നിങ്ങൾക്ക് സ്വീകരിച്ചിട്ടുണ്ട് തോന്നുന്നു. ഒന്ന്, ആക്ഷേപവും പരിഹാസവും ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ആരും ചെയ്യും. ആക്ഷേപവും ഞങ്ങൾ ചെയ്യില്ല, പരിഹസിക്കലും ചെയ്യില്ല. അത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ മുന്നണി ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിമർശനമുണ്ട്, അത് ഉന്നയിക്കപ്പെടും. പോരായ്മകളുണ്ട്, അത് പൊതുജനത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കപ്പെടും. കേരളത്തിലെ ഗതാഗത മേഖലയിൽ സ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റമുണ്ടായ കാലമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം. ഈ അവസാനത്തെ ഈ ടേമിലെ സെക്കൻഡ് പിണറായി ഗവൺമെന്റിന്റെ 5 വർഷക്കാലം എന്താണ് ഈ മണ്ഡലത്തിൽ പണമായി അനുവദിച്ചിട്ടും നടപ്പാവാത്ത പദ്ധതികൾ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? ആരാണ് ആ പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കേണ്ടത്? ആ നീക്കിക്കൊടുക്കുന്നതിന് ഒരു ലീഡർഷിപ്പ് എടുക്കുന്നതിൽ എത്ര കണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്? എന്താണ് അതിന്റെ തടസ്സം? അല്ല, ഞാൻ ചോദിക്കട്ടെ, UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് രാഷ്ട്രീയം, അതായത് വികസനത്തിൽ രാഷ്ട്രീയമുണ്ടായി,
വിവേചനമുണ്ടായി. അതാണ് ഇവിടേക്കുള്ള വികസനങ്ങൾ പലതും തടസ്സപ്പെട്ടത്. ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. UDFന്റെ ജനപ്രതിനിധികൾക്ക് കിട്ടുന്നതിൽ കൂടുതൽ LDFന്റെ ജനപ്രതിനിധികൾക്ക് കൂടുതൽ ഫണ്ട് ചെലവഴിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു തടസ്സം ഇവിടെ പല കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് UDFന്റെ നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ എല്ലാം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ്? UDF അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം പരിഹരിക്കുമെന്ന് പറയപ്പെടുന്നത് അധികാരത്തിൽ വരുമോ? എന്താ നിങ്ങളുടെ മീഡിയാസിന്റെ ഒരു അഭിപ്രായം? അത് താങ്കളൊന്ന് പറഞ്ഞേ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ ഗവൺമെന്റ് തുടരണമെന്ന് 3.25 കോടി മലയാളി നെഞ്ചത്ത് കൈവച്ച് ആഗ്രഹിക്കുന്നുണ്ട്. 1. 2, ഇടതുപക്ഷ ഗവൺമെന്റ് രാഷ്ട്രീയം നോക്കി വികസനം നൽകിയില്ല എന്ന നിങ്ങളുടെ വാദത്തെ ഞാൻ വാദിച്ചതല്ല, UDFന്റെ വാദത്തെ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം? ഈ ജില്ലക്കകത്തുള്ള പല MLA മാരും പറയുന്നു, ഈ 10 വർഷക്കാലം ജനപ്രതിനിധിയായി എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വികസനം നടന്നത്. കിഫ്ബിയുടെ ഫണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് വിദ്യാഭ്യാസ സ്ഥാപനം, ആരോഗ്യ മേഖലയിൽ, ഗതാഗത മേഖലയിൽ എന്ന് എല്ലാവരും ബോർഡടിച്ചു വെച്ചിരിക്കുന്നു. ബോർഡടിച്ചു വെക്കുന്നിടത്ത് അത് MLA-യുടെ വികസനവും കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഗവൺമെന്റ് പക്ഷപാതിത്വപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അത് പറയണ്ടേ? നിങ്ങൾ നോക്കി, ഈ മണ്ഡലത്തിലെ ഏറനാട് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, കൊണ്ടോട്ടി മണ്ഡലത്തിലൊക്കെ ജനപ്രതിനിധികളുടെ ബോർഡുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ അതിലൂടെയൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ നജീബ് കാന്തപുരമാണ്, അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കൃത്യമായ ഒരു രേഖ, അതായത് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത് എന്നൊക്കെ രേഖ ജനങ്ങൾക്ക് മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രേഖയെല്ലാം അവർ പറയുന്നതെല്ലാം അവാസ്തവമാണെന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ഒരു രേഖ അവതരിപ്പിച്ച് ഏകപക്ഷീയമായി അഭിപ്രായപ്പെട്ടു പോകുന്നതിനോട് സ്വാഭാവികമായിട്ട് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായമായിട്ടേ കാണാൻ കഴിയുള്ളൂ. എന്താണ് ലാമന്തൂർ മേലാറ്റൂർ റോഡിന്റെ പോരായ്മ? ഫണ്ട് അനുവദിക്കാത്തതാണോ? അതിനുണ്ടായിട്ടുള്ള പ്രതിസന്ധി എന്തായിരുന്നു? ആ പ്രതിസന്ധി തീർക്കുന്നിടത്ത് ഇടപെടേണ്ട രീതി, ഇടപെടേണ്ട സമയത്ത് എന്തായിരുന്നു ഇടപെടാനുള്ള പ്രയാസം? അല്ല, അദ്ദേഹം വലിയ രീതിയിൽ, നമ്മളാരും ഭാഗം പിടിച്ച് പറയുന്നതല്ല, വലിയ സമരങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ ശ്രദ്ധ ക്ഷണിക്കൽ എല്ലാം നടത്തിയിട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ വന്നിട്ട് അടുത്ത മഴക്കാലത്തിന് മുമ്പ് മാറ്റുമെന്ന് പറഞ്ഞ 3 വർഷം മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ജനകീയമായ സമരങ്ങളൊക്കെ ജനങ്ങൾ കണ്ടു എന്ന് പറയുന്നു UDF പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിലുണ്ടായ ആ എന്താ പറയാ, അതിങ്ങനെ നീണ്ടുപോകുന്നത് എന്താണെന്നുള്ള ജനം ചർച്ച ചെയ്യുന്നു. അപ്പൊ ഫണ്ട് കിട്ടാത്തതല്ല പ്രശ്നം എന്ന് തീർന്നില്ലേ? അപ്പൊ ആ വാദം പ്രശ്നം തീർന്നല്ലോ. ഫണ്ട് അനുവദിക്കാത്തതോ ഗവൺമെന്റ് ആക്ട് ചെയ്യാത്തതോ അല്ല പ്രശ്നം, സാങ്കേതികമാണ്. ആ ആദ്യം റോഡ് ടെൻഡർ ചെയ്ത കമ്പനി വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കാത്തതുകൊണ്ട് ആ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്ത് പുതിയ ടെൻഡർ നടപടിയിലേക്ക് പോകേണ്ട സാങ്കേതികമായ നടപടിക്രമങ്ങളല്ലേ? ഗവൺമെന്റിന്റെ വിവേചനമാണോ? അല്ല, തീർത്തും ഫണ്ട് കൊടുത്തിട്ടില്ലേ? അപ്പൊ അത് ഗവൺമെന്റിനെതിരെ പറയുന്നതിൽ അർത്ഥമില്ല. വിവേചനം ഉണ്ടായി എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അപ്പൊ ഏതായാലും താങ്കളുടെ ടൗൺ നവീകരണം, താങ്കളുടെ പത്രികാ സമർപ്പണം കഴിഞ്ഞ് ഇനി പ്രചാരണ രംഗത്ത് സജീവമായി ഇനി മത്സരം നടക്കട്ടെ. ആര് ജയിക്കുന്നതെന്ന് ജനമാണല്ലോ തീരുമാനിക്കുന്നത്. ഉജ്ജ്വലമായ പോരാട്ടം നടക്കട്ടെ. ഈ രാജ്യത്തെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനവിധി എഴുതും. ആ ജനവിധിക്കൊപ്പം പെരിന്തൽമണ്ണയും ഉണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. പെരിന്തൽമണ്ണക്കാരന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ്. വളരെ വലിയ സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഇടയിൽ, ഈ കുറഞ്ഞ ദിവസത്തിനിടയിൽ അനീഫയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് വളരെ വലിയ ആത്മവിശ്വാസം നൽകുന്നു. എനിക്ക് പറയാനുള്ളത്, പെരിന്തൽമണ്ണയിൽ 2006 ആവർത്തിക്കാൻ പോവുകയാണ്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ക്യാമറമാൻ ഉജേർ സാദിഖിനൊപ്പം ജബാർ വേണ, അച്ചാനട്ടൻ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.